അത് ഇന്നലത്തെ വൈകുന്നേരം നനക്കാൻ പറ്റിയില്ല മോനെ, അതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചീരക്കൊഴിക്കാൻ വരിക, ചീര പലരും കൃഷി ഓഫീസർ വരെ ചീരയുടെ വിത്ത്, അരിയല്ല വിത്ത് ചോദിച്ച് വന്ന് എൻ്റെ വീട്ടിൽ വന്ന്, ഞാനാണ് കൊടുത്തെന്ന് ഇപ്പോഴാണ് സാററിയണം. മക്കളെ, ഇതിൽ നിന്ന് കിട്ടുന്ന ആദായത്തെ കണക്കാക്കിയല്ല, നമുക്ക് കുറച്ച് സമയം ഇവരുമായിട്ട് ചിലവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ചിന്തകളും സങ്കടങ്ങളും മനസ്സിലെന്തെങ്കിലും വിഷമതകളുണ്ടെങ്കിൽ ഇതെല്ലാം ഇവരിൽ തീരുക. അവരോടുള്ള സന്തോഷം ഈ നട്ട് കഴിയുമ്പോഴേ പിറ്റേ ദിവസം ഒന്ന് പാടും, ശരിക്കും പാടും, എല്ലാവരും കിടന്നു പോകും. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പോകുമ്പോൾ പറയും, മക്കളെ നിങ്ങൾ പിന്നെ ഉറങ്ങിപ്പോകല്ലേ, പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ ഇത് ഇത്ര നിങ്ങളെ ചെയ്ത് വെച്ചത്, വെട്ടിക്കളച്ച് പുല്ലൊക്കെ കളഞ്ഞൊരുപാട്. പിന്നെ ഉറക്കം കുറച്ചുറങ്ങി രാവിലെ എഴുന്നേക്കണം കേട്ടോ അമ്മ വരുമ്പോൾ. അങ്ങനെ ഞാൻ വരുമ്പോൾ എല്ലാവരും ഉണർന്ന് നിൽക്കുകയും, അമ്മ ഞങ്ങൾ ഉറക്കം തീർന്ന് എഴുന്നേറ്റ്, ഇനി അമ്മയ്ക്ക് എന്താണ് ഞങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നത് അതിന് തന്നേര്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ സുഖം, സന്തോഷം. ഇത് അരിക്കുള്ളതാണ്, അരി എടുക്കാനാണ്. ഇവർ വലുതാകും തോറും നമ്മളിതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓരോരുത്തരെ മാറ്റും. എന്നിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവർ നല്ല കരുത്തോടെ വരും. 300 രൂപയുടെ ചീര വിൽക്കാം, 300 രൂപയുടെ ചീര വിൽക്കും, ബാക്കി കറിയും വെക്കും. ഇടയ്ക്കിടയ്ക്ക് അതല്ല, ഇച്ചിരി കൂടിയൊക്കെ കിട്ടും. എനിക്കോ അയ്യ, ഈ അയലന്തരത്തെ പെണ്ണുങ്ങളൊക്കെ വീക്ഷിച്ചോണ്ടിരിക്കണം നമ്മളെ. ഇതെന്ത് ചെയ്യാണ്, അമ്മൂമ്മയും പേരക്കിടാവും കൂടി. എനിക്കിതിൻ്റെ കണക്കെന്നറിയാൻ വേണ്ടി കണക്ക് ഇനിയൊരിക്കൽ പറഞ്ഞു തരാം. എന്നാലും എൻ്റെ ഫോൺ നമ്പർ എടുത്തോണ്ട് വയ്ക്കും. പറഞ്ഞോ, എനിക്ക് പറയണറിയാൻ മേല. വേണ്ട, അല്ല എനിക്ക് ഈ ഒരു പരമ്പര 300 രൂപ ചീര വിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല 300 രൂപ കിട്ടും. എന്തിനാ ഈ പ്രായത്തിൽ ഇങ്ങനെ കഷ്ടപ്പെടണേ? ഇത് കഷ്ടപ്പാടല്ല കൂട്ടാ, ഇത് കഷ്ടപ്പാടല്ലേ, ഇത് മനസ്സിൻ്റെ ഒരു സുഖമല്ലേ.